വേറെ കാണിച്ചു തരാം. നിങ്ങളത് ഷൂട്ട് ചെയ്യണം, മറ്റുള്ള അത് ഒരു ജനകീയമാക്കണം, ജനങ്ങളെ അറിയണം. അതെ, ഏഷ്യനൈറ്റിൻ്റെ മണി ടൈം എന്നുള്ള പരിപാടിയിൽ ഞാനൊരു 20 മിനിറ്റോളം ഉണ്ട്. 20 മിനിറ്റൊക്കെ ഒരു 125 ലിറ്റർ വെള്ളം പിടിക്കുന്ന വലിയ ടയർ പോട്ടാണ് സാധാരണ കിട്ടുന്നത് തന്നെ. പക്ഷേ ഇത് പൂന വെറൈറ്റി എന്നാണ്. ഇതിന് 14 കളക്ഷനും ഇപ്പം എൻ്റെ കയ്യിലുള്ളൂ. ഹലോ, ഹായ് മൈ വ്യൂവേഴ്സ്, ഞാൻ ദർശന ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദർശനാസ് വ്ലോഗ്സ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു നഴ്സറി ഗാർഡൻ ടൂറാണ്. പരിചയപ്പെടാം, നമുക്ക് വരൂ. പിന്നെ ഗാർഡൻ അത് പരിചരിക്കലും അതിനെ കൊണ്ട് നടക്കലും അതെല്ലാം മനസ്സിനൊരു സുഖം, അതും ഇതിൻ്റെ വേറൊരു ഭാഗമാണ്. പ്ലാസ്റ്റിക് പോട്ടുകളും മണ്ണിൻ്റെ പോട്ടുകളും എല്ലാം തന്നെ ഇവിടെ ലഭ്യമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. വീഡിയോ ഒരുപാട് ലെങ്ത് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടയർ വെച്ചിട്ടുള്ള പോണ്ടുകൾ, താമരയുടെ പോലുള്ള പോണ്ടുകൾ ഈ ഏട്ടൻ തന്നെ ഇവിടെ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതൊക്കെ വേറൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ്. അതുപോലെ തന്നെ നമുക്ക് ചെടികളായിട്ടുള്ള സംശയങ്ങളെല്ലാം തന്നെ ഈ ഏട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂ പോലെ തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കൂ. ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തന്നെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ടയറും കൊണ്ട് ചെറിയൊരു കരവിരുതി ചെയ്യുന്ന ഒരാളാണ്. അതിൻ്റെ ചെറിയൊരു ഭാഗമാണ്. ന്യൂസിലൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഈ ടയറുമായിട്ട് സംബന്ധിച്ചിട്ടുള്ളതാണോ? അതെ അതെ അതെ. ഏഷ്യനൈറ്റിൻ്റെ മണി ടൈം എന്നുള്ള പരിപാടിയിൽ ഞാനൊരു 20 മിനിറ്റോളം ഉണ്ട്. 20 മിനിറ്റ് 3 സെക്കൻഡ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഏഷ്യനൈറ്റിൻ്റെ ചുറ്റുവട്ടത്തിൽ വന്നിട്ട് ഒരു 5 മിനിറ്റും 2 സെക്കൻഡ് അങ്ങാണ്ട് അതുമുണ്ട്. അത് ആ ചെയ്യുന്ന ഏർപ്പാടാണ് ഇതൊക്കെ. ഈ ടയറുകൾ, അതായത് ടയറിനെ താമരക്കുളമാക്കാം, ആമ്പൽക്കുളമാക്കാം, പിന്നെ മറ്റേ ചെടികൾ വെക്കാം. പിന്നെ ഇത് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നതാണ്. അതിൻ്റെ ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ ചെയ്യുന്നതൊക്കെ ഒരു 125 ലിറ്റർ വെള്ളം പിടിക്കുന്ന വലിയ ടയർ പോട്ടാണ്. കുറേ കാലം 3 വർഷം ഫുൾ ഗ്യാരണ്ടിയാണ് ഞാൻ കൊടുക്കുന്നത്. അതായത് പെയിൻ്റ് അല്ലാത്ത 3 വർഷം എന്നല്ല, എത്ര വർഷം കഴിഞ്ഞാലും കേടുവരില്ല. അത് എൻ്റെ ഒരു ഭാഗമൊന്നുമല്ല, അത് ആ ടയറിൻ്റെ ക്വാളിറ്റിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പിന്നെ ഞാൻ അതിൽ ഒട്ടിക്കുന്നുണ്ട്, റീസോളിങ് ഗമ്മ് വെച്ച് ഒട്ടിക്കുന്നുണ്ട്. അതിൽ കൂടാതെ അത് പഞ്ചിങ് ചെയ്ത് നിർത്തുന്നതാണ്. എത്ര ലോഡ് ഇപ്പോൾ ഇതിലിപ്പോൾ ഒരു 11 ലിറ്റർ വെള്ളം കൊള്ളും. ഇതിൽ ഈ വെള്ളം നിർത്തിയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാം, എങ്ങോട്ട് വേണമെങ്കിലും എടുത്തുകൊണ്ട് നടത്താം. ഇവിടെ ഞാൻ ടിപ്പിലിയിൽ ബെഡ് ചെയ്തത് കാണിച്ചു തരാം. ഇതൊരു 1.5 കൊല്ലത്തോളം പഴക്കമുള്ള ബെഡാണ്. ഇതിപ്പോൾ ചെയ്തിട്ടുള്ളതാണ്, ഒരു 3 മാസത്തോളം പഴക്കമുള്ളതാണ് ഈ ബെഡ്. ഇത് കണ്ടോ, ഇതാണ് തിപ്പിലി. ഈ തിപ്പിലിയിൽ ബെഡ് ചെയ്തിട്ടുള്ളതാണ് ഈ കുരുമുളക്. ഇതിപ്പോൾ എത്ര വർഷം കഴിഞ്ഞാലും ഇതേപോലെ തന്നെ അങ്ങനെ തന്നെ നിൽക്കും. അതായത് വളവും വെള്ളവും നിർബന്ധം, അത് കൊടുത്തുകൊണ്ടേയിരുന്നായി. പിന്നെ എത്ര ദിവസം കൂടുമ്പോൾ കൊടുക്കണം? അത് ദിവസം നനയ്ക്കുക. ഒരു ചെടിക്ക് വേണ്ടത് നമ്മൾക്ക് ആഹാരം വേണ്ടേ, അതുപോലെ അതിനെ നമ്മൾ കൊണ്ട് നടത്തുക, അത്രയേ ഉള്ളൂ. പിന്നെ എന്താണ് ഈ തിപ്പിലീൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ മണ്ണിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, മറ്റേ കുരുമുളകിനുണ്ടാവുന്ന ബുദ്ധിമുട്ട് ഇതിനുണ്ടാവും. എന്താണ് കുരുമുളക്, അതുപോലെ തെങ്ങിൻ്റെ അതിലൊക്കെയാണോ വെറൈറ്റി ആയിട്ടുള്ളത്? വെറൈറ്റി ആയിട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ കാർഷിക മേഖലയോടെയാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെങ്ങ്, കുരുമുളക്, കവുങ്ങ്, പിന്നെ അത് പറഞ്ഞ പോലെ ഭാവി തലമുറയ്ക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഐറ്റങ്ങൾ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ വേറെ കാണിച്ചു തരാം. നിങ്ങളത് ഷൂട്ട് ചെയ്യണം, മറ്റുള്ള അത് ഒരു ജനകീയമാക്കണം, ജനങ്ങളെ അറിയണം. കാര്യം ഞാനിപ്പോൾ ആരും മോശക്കാരനാക്കൊന്നുമല്ല. ഇന്ന് മാർക്കറ്റിൽ കിട്ടാനുണ്ട് കുള്ളൻ തെങ്ങ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ വാങ്ങുന്നുണ്ട്, വെക്കുന്നുണ്ട്. പക്ഷെ അത് മണ്ണിൽ വെച്ചിട്ടൊന്നും ഒരു ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം മണ്ണിൽ കറക്റ്റായിട്ട് വെക്കാൻ പറ്റുന്ന തെങ്ങ് ഏതാണ്? നമ്മുടെ നാടൻ തെങ്ങ് വെക്കുക. ആളുകൾ പറയുന്നത് പെട്ടെന്ന് കായ്ക്കണം, പെട്ടെന്ന് കൊലയ്ക്കണം, പൂക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ വരുന്നത്. കാര്യം ഇത് അവരുടെ ചിന്താഗതി ഇപ്പോൾ ഇത് തിന്നിട്ട് വേണം മരിക്കാൻ എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആരും മോശക്കാരാക്കൊന്നുമല്ല. പക്ഷേ അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ കുറേ ദോഷഫലങ്ങളുണ്ട്. ഈ കുള്ളൻ തെങ്ങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തടിക്ക് ആരില്ലാത്തതാണ്. ഭയങ്കര നല്ല വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ്. പിന്നെ അത് മാത്രമല്ല അതിൻ്റെ ആരിന് വന്നിട്ട് നല്ല മധുരമുണ്ട്. അതുകൊണ്ട് വണ്ടുകൾക്ക് കയറി അതിൻ്റെ ഇഷ്ടഭക്ഷണമാണ്. ഇതിനകത്തങ്ങ് കയറിയിട്ടുണ്ടെങ്കിൽ ഇതിനെ തിന്ന് തീർത്ത് തലയും കുത്തിയിട്ട് അത് താഴെ വീഴുമ്പോഴേ ഈ വണ്ട് ഇറങ്ങി പോവുകയുള്ളൂ. പക്ഷെ നമ്മുടെ നാടൻ തെങ്ങ് അങ്ങനെയല്ല. ഇനിയിപ്പോൾ നാടനാണെങ്കിലും കുള്ളനാണെങ്കിലും നമ്മൾ നോക്കുന്നത് ഉപകാരം നാടൻ തെങ്ങ് ഉപകരിക്കും. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ചെറിയ ആളുകളാണ്, നിങ്ങളുടെ വീട്ടിലുള്ളവരോട് പോയി ചോദിച്ചു നോക്ക്.
നിങ്ങൾ എവിടെയെങ്കിലും ഒരു കുള്ളൻ തെങ്ങ് കുലച്ച് നിൽക്കുന്നതായിട്ടോ കാച്ചു നിൽക്കുന്നതായിട്ടോ കണ്ടിട്ടുണ്ടോ? റയറാണ്, കാണാൻ കിട്ടില്ല. പിന്നെ പറഞ്ഞാൽ തിപ്പിലി അതായത് ബ്രസീലിയൻ തിപ്പിലി ബെഡ് ചെയ്തിട്ടുള്ള കുരുമുളകാണ്. ബ്രസീലിയൻ തിപ്പിലിയിൽ ബെഡ് ചെയ്തിട്ടുള്ള കുരുമുളകാണ് ഈ കാണുന്നത്. എനി ടൈം ഫുൾ ടൈം കായാണ്. അതിൻ്റെ ബെഡിങ് ഞാൻ കാണിച്ചു തരാം. അതായത് ഇതിൽ ഏത് സൈസ് വെറൈറ്റി ഐറ്റങ്ങളാണെങ്കിലും നമുക്കത് ഇതിൽ ചെയ്യാം. അതായത് പന്നിയൂര്, കരിമുണ്ട, അങ്ങനെ അതിൽ പെടുന്നത്. ഇതാണ് തിപ്പിലി. ഈ കാണുന്നതാണ് മറ്റേ കുരുമുളക്. ഇതിൻ്റെ അടിയിൽ നിൽക്കുന്നത് വന്നിട്ട് തിപ്പിലിയാണ്, കാട്ടുതിപ്പിലിയാണ്. കാട്ടുതിപ്പിലി അല്ല, ബ്രസീലിയൻ തിപ്പിലിയാണ്. അതിൽ ഇത് ബഡ് ചെയ്യുന്നതാണ്. ഒരു കാലത്തും മണ്ണിൽ എപ്പോഴും കായ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മറ്റേ അതേപോലെ മണ്ണിൽ നിന്നുണ്ടാവുന്ന ഒരു കേടും പെട്ടെന്ന് ഇതിന് ഏൽക്കില്ല. എത്ര മഴ പെയ്തിട്ടുണ്ടെങ്കിലും ഇതിന് ഈ കുരുമുളകിന് ദോഷങ്ങൾ ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവും. അല്ല, ഇതിന് ഹൈറ്റ് കയറി പോകുന്നതുകൊണ്ട് ബുഷാക്കുന്നതുകൊണ്ട്. അപ്പോൾ ബൊഗൈൻവില്ലയുടെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ തെച്ചിടി ഉണ്ട്. ബൊഗൈൻവില്ലയുടെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. അപ്പോൾ ബൊഗൈൻവില്ലയൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങോട്ട് വരാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ബൊഗൈൻവില്ല നന്നായിട്ട് പൂത്ത് നിൽക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ അത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോളൂ കേട്ടോ. ഈ കാണുന്ന ബൊഗൈൻവില്ല സാധാരണയായിട്ട് കാണുന്ന ബൊഗൈൻവില്ല അല്ലേ? നമ്മുടെ നാട്ടിൽ സാധാരണ കിട്ടുന്നത് തന്നെ. പക്ഷേ ഇത് പൂന വെറൈറ്റി എന്നാണ് ഇതിന് പറയുന്നത്. സാധാരണ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന ബൊഗൻവില്ല അല്ല അത്. ഇത് കാണാൻ നല്ല ക്ലാരിറ്റി ഉള്ളതാണ്. പിന്നെ അത് മാത്രമല്ല പെട്ടെന്ന് പൂ കൊഴിഞ്ഞു പോവില്ല. ഒരു 4 മാസമൊക്കെ വേനലാണ് ബൊഗൻവില്ലയിലേക്ക് ആവശ്യം. അതായത് നല്ല വെയിലാണ് ആവശ്യം. ആ വെയിൽ സമയത്താണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാവുക. ഇത് പൂന വെറൈറ്റി എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. അതിൻ്റെ താഴെ നിൽക്കുന്ന ഇതൊക്കെ നമ്മുടെ സാധാരണ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഐറ്റമാണ്. ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. ഈ പൂക്കളൊക്കെ ഉണ്ടാവുന്ന ഐറ്റങ്ങളാണെങ്കിൽ ലേശം ഒരു 4 മണി പാറ്റൻ പോസ്റ്റൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൂക്കളുള്ളതിന് നല്ല കായ്ക്കാൻ, പൂവുണ്ടാവാനൊക്കെ നല്ലപോലെ ഗുണം ചെയ്യും. അപ്പോൾ ഇവിടെയൊക്കെ 10 മണിച്ചെടികളുടെ വെറൈറ്റീസ് ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ, പുറത്തേക്കായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അവരുടെ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. പള്ളത്ത് അഗ്രി ഫാം എന്നാണ് പറയുക. കായംപൂവത്താണ് കേട്ടോ ഉള്ളത്. ഫോൺ നമ്പറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചെടി എന്താണ്? അത് നമ്മുടെ വയലറ്റ് ഫാഷൻ ഫ്രൂട്ടാണ്. വയലറ്റ് കളർ ഉണ്ടാവുന്നത് സുലഭമാണ്. പക്ഷെ എന്നിരുന്നാലും ഉള്ള ഫാഷൻ ഫ്രൂട്ടിൽ നല്ല ആളുകൾക്ക് കൂടുതൽ അന്വേഷണമുള്ള ഒരു ഐറ്റമാണ് വയലറ്റ്. അത് നല്ല ഐറ്റമാണ്. കൂടുതൽ വെള്ളത്തിൻ്റെ അംശമുണ്ട്. വല്ലാതെ പുളിയില്ലാത്തൊരു സാധനമാണ്. ചെടി മുരിങ്ങ ഒരു 10 അടിയിൽ കൂടുതലൊന്നും ഹൈറ്റ് മോളിക്ക് പോലും നല്ലപോലെ പെട്ടെന്ന് കായ്ക്കും. ഒരു 2 കൊല്ലം ആകുമ്പോഴേക്കൊക്കെ കായ വരും. പക്ഷെ മണ്ണിൽ വെക്കുന്നത് അത്രയും വൃത്തിയായിട്ട് കരുത്താക്കി നിർത്തണം. പിന്നെ ഇവിടെ കുറച്ച് തെച്ചിയും സ്പൈഡർ പ്ലാന്റ്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗോൾഡൻ സൈപ്രസ്, ചെമ്പരത്തി, അതിലൊരു 7-8 കളറുണ്ട്. അത് നമ്മുടെ നാടൻ ഐറ്റം ഉണ്ട്, അതല്ലാതെ ബാംഗ്ലൂർ ഐറ്റം ഉണ്ട്. ഇത് വാട്ടർ പോപ്പി. ഇതിലുണ്ട് കേട്ടോ മീൻ കുഞ്ഞുങ്ങൾ. മീൻ കുഞ്ഞുങ്ങളുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഇതിലൊരു ഒരു മഞ്ഞ കളറിലൊരു പൂവ് വരും. നല്ല വൃത്തിയാണ്. ആമ്പല് തോറ്റു പോവും. അതായത് ഇതുപോലത്തെ ഒരു ചട്ടിയിൽ ഒരു 5 പൂവുണ്ടായാൽ മതി. പക്ഷെ എന്താ ഇപ്പോൾ പൂവില്ലാത്തത്? നല്ല മുട്ടൊക്കെ ഉണ്ട്, പൂവുണ്ട്. പക്ഷെ ഈ ഇത്രയും വലിയ ചട്ടിക്ക് ഇതിൽ കുറഞ്ഞ പക്ഷെ ഒരു 10 പൂവെങ്കിലും ഉണ്ടാവണം. പക്ഷെ നല്ല വെയിലത്ത് വെക്കണം. വെയിൽ വേണം ഈ ഐറ്റത്തിന്. വെയിലുണ്ടെങ്കിൽ ശരിക്കും പൂക്കും. റിബൺ ഗ്രാസ്, അത് നല്ല രസമാണ്. വലിയ വലിയ ഓഫീസ്, ഹോട്ടല് അതിൻ്റെയൊക്കെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ള ഒരു ഐറ്റമാണ്. കിട്ടേണ്ടി വരും. ഇപ്പോൾ ഈ പറഞ്ഞ ഇവിടുത്തെ പഴയന്നൂരിന് നേരെ പോയി കഴിഞ്ഞാൽ ആലത്തൂർ, അവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ തിരുവല്ലാമല, പിന്നെ ഈ നേരെ പോകുന്നു ചേലക്കര, തൃശ്ശൂർ, അങ്ങനെ പോകുന്നു. ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേര് വന്നിട്ട് കായാമ്പൂവം എന്ന് പറയും. പഴയന്നൂരിൽ നിന്ന് 4 കിലോമീറ്റർ. അതുപോലെ ചേലക്കരയിൽ നിന്നാണെങ്കിൽ ഒരു 7-8 കിലോമീറ്റർ, കഷ്ടി ഒരു 8 കിലോമീറ്റർ. അതിൻ്റെ ഇടയിലാണ് എൻ്റെ ഈ നഴ്സറി വന്നിട്ട്. പള്ളത്ത് അഗ്രി ഫാം. മരമുല്ല. മുല്ല, അതൊരു വെള്ള പൂവുണ്ടാവുന്നതാണ്. മരമുല്ല എന്ന് പറയും. ദുരായ എന്നൊക്കെ പറയും. അല്ല, ദുരായ അല്ല, ചെറിയ മണം ഉണ്ടാവും. ഇത് മറ്റേ ഏതാ
ആ ഇവിടെ പൂവുണ്ട്, അതിന് വേറെ ചട്ടിയിലുണ്ട് അതിൻ്റെ പൂവ്. വെറൈറ്റികളാണ്. സ്നേക്ക് ഫാം, അഗ്ലോണിമയുടെ അതിൻ്റെ 3-4 വെറൈറ്റി ഉണ്ട്. ഇതും ഫാനാണ്. ഇതിൽപ്പെട്ടിട്ടുള്ള തന്നെയാണ്, അഗ്ലോണിമയുടെ ഐറ്റത്തിൽ പെട്ടിട്ടുള്ള തന്നെയാണ്. പക്ഷെ വെറൈറ്റി ഓരോ പേരുകൾ വരുന്നുണ്ട്. ഇത് മെലസ്റ്റോമ, പക്ഷെ അതാണ് വെറൈറ്റി ഐറ്റം. അതിങ്ങനെ ബുഷാണ്. അത് വിലയിലും ചെറിയ വ്യത്യാസമുണ്ട്. അതൊരിക്കലും കേടുവരില്ല. പക്ഷെ ഇത് മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ അത്രയും കണ്ട് പ്രായോഗിക ആയിക്കൊള്ളുന്നില്ല. അത് അതെ, ഇത് ഫിലോഡെൻഡ്രോൺ അല്ലേ? അതെ, ഇത് നമുക്ക് ക്ലെയിം ചെയ്യിപ്പിക്കാൻ പറ്റുന്നതാണ്. ഇത് ഹാങ് ചെയ്യും ചെയ്യാം അല്ലേ? ഹാങ് ചെയ്യാം. ക്രീപ്പിംഗ് ചാർലി, എപ്പീഷ്യയുടെ ഇതില് പിങ്ക് കളർ ഫ്ലവർ ഉണ്ട്, അതിന്റെ വൈറ്റും ഉണ്ട്. പിന്നെ ഇത് ശംഖുപുഷ്പല്ലേ? അല്ല, അതൊരു കടലച്ചെടിയാണ്. ആ, കടലയുണ്ട്, നിലക്കടലയുണ്ടല്ലോ, അത് ഇതാണ് പരുവം. ഇതിലൊരു മഞ്ഞ പൂവുണ്ടാവും. കടലപ്പൂവ്, കടലച്ചെടിയിൽ ഒരു യെല്ലോ കളർ ഫ്ലവർ വന്നിട്ട് ഇതൊരു വെറൈറ്റിയാണ്. ടേബിൾ റോസ്, ടേബിൾ റോസിന്റെ യെല്ലോ കളർ, കളർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതെന്താണ് ചെടി? അതും ഹാങ്ങിങ് ആണ്. എന്താ ഒരു പേരുണ്ട്. അത് നല്ല ഒരു വെറൈറ്റി ഐറ്റമാണ്. മണി പ്ലാന്റ് ഉണ്ടല്ലോ, അതിൻ്റെ പൂജയിൽ പെടുന്ന ഐറ്റങ്ങൾ അവിടെ വേറെയുണ്ട്. പക്ഷേ ഇതും ഇങ്ങനെ ബുഷായിട്ട് നിൽക്കുന്നത് തന്നെയാണ്. ഇവിടെ കുറച്ച് കലേഡിയംസും ആന്തൂറിയംസും ഫിലോഡെൻഡ്രോണും ഒക്കെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരുപാട് മൺചട്ടികൾ ഇരിക്കുന്നുണ്ട്. മൺചട്ടികളും ഇവിടെ അവൈലബിൾ ആണ്. മൺചട്ടി തന്നെയാണ് ഈർപ്പം കൂടുതൽ കെട്ടി നിൽക്കുന്ന വേനൽക്കൊക്കെ ഏറ്റവും കൂടുതൽ നല്ലത് മൺചട്ടി തന്നെയാണ്. വെള്ളത്തിൻ്റെ അംശം കൂടുതലും മൺചട്ടിയിലേ നിൽക്കുകയുള്ളൂ. ചെടികൾക്കും നല്ലത് അത് തന്നെയാണ്. പിന്നെ കറിച്ചട്ടികളുണ്ട്. പിന്നെ ഇതാ ഏത് തരത്തിലുള്ള, അതായത് നല്ല സൂപ്പർ ചട്ടികളാണ്. ബ്ലാക്ക് ചട്ടി ഉണ്ട്. പിന്നെ അതുപോലെ ചെറിയ കുടുംബത്തിനുള്ളത്, അതിൻ്റെ തൊട്ട് വലുത്, അതിൻ്റെ തൊട്ട് വലുത്. പിന്നെ 5 കിലോ മീൻ. അല്ല, ഇത് നമ്മൾ കറി വെക്കാൻ വേണ്ടി തന്നെ കൊണ്ടുപോയി കൊടുക്കുന്നതാണ്. അതായത് ആളുകൾ ഇവിടെ സ്ത്രീകളാണല്ലോ കൂടുതലും വരുന്നത്. ഒരു അത്യാവശ്യം ഒരു വീട്ടിലേക്ക് വേണ്ടതായ കുറച്ച് ഐറ്റങ്ങൾ നമ്മൾ ശേഖരിക്കുക. അതെ, ലവ് ബേർഡ്സിൻ്റെ കൂടിനകത്ത് അവർക്ക് മുട്ടയിടാൻ വേണ്ടി അതിനകത്ത് കൂടിനകത്ത് ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടാൽ മതി. അവരതിനകത്ത് കയറി മുട്ടയിട്ടോളും. അത് ചകിരിയാണ്, പ്യുവർ ചകിരിയാണ്. അത് അവരുണ്ടാക്കിയ കിളികൾ പ്രകൃതി ഉണ്ടാക്കിയതല്ല, മനുഷ്യൻ. പിന്നെ മണി ഇവിടെയുള്ള ചേച്ചീനെ നമ്മൾ കാണിച്ചില്ല. ചേച്ചി പിന്നിരിക്കും ഓടിപ്പോണു. ബാമ്പൂന്റെ ഒരു വെറൈറ്റി അല്ലേ? ഈ ഇത് മാത്രം ഞാൻ കണ്ടിട്ടില്ല എവിടെയും. ഇതാണ് നേരത്തെ പറഞ്ഞ മുല്ല അല്ലേ? മുഴുവൻ പൂത്ത് കഴിഞ്ഞ് ഇതൊക്കെ ഇപ്പൊ വന്ന് കൊഞ്ഞു പോയതാണ്. അതെ, കൊഞ്ഞു പോയതാണ്. അതില് ഫുള്ളും. അതിനൊക്കെ എന്താ റേറ്റ്? അത് ചില സമയത്ത് അതിൻ്റെയൊക്കെ ചെറുതൊക്കെ.
അപ്പോൾ അത്യാവശ്യം നല്ല വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ തന്നെ ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിച്ചോളൂ. ഇവരുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും എല്ലാം തന്നെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ യൂസായി കാണുന്ന കേട്ടോ വിചാരിക്കുന്നത്. നിങ്ങൾക്കും കൂടി യൂസ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡയറക്റ്റ് തന്നെ അവരോട് തന്നെ ചോദിച്ച് അവർ തന്നെ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊട്ടടുത്ത കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ നമ്മളെ അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ ബൈ ബൈ.